ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമാണോ? സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ല ഉണ്ടാകുന്നത്. അത് പറയാൻ തന്നെയാണ് വന്നത്. പിന്നെ അത് മാത്രമല്ല, ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും പോകും. പക്ഷെ വീഡിയോ എടുക്കേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്കാർക്ക് വീഡിയോയിലെല്ലാം എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ വർത്താനം എന്താണ്, മൈക്കാണ്ട് കാണിക്ക്, വർത്താനം എന്താണ്, അതുപോലെ തന്നെ എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ സുഖമാണെന്ന്. പക്ഷെ വീഡിയോയിൽ കാണാത്തതുകൊണ്ട് ഉമ്മ എപ്പോഴും വരലുണ്ട്. പിന്നെ ഉമ്മമാരുടെ അവസ്ഥ അല്ലേ, അത് കണ്ടിട്ടാണ് ഉമ്മ ഇന്നും വന്നത്. പിന്നെ ഇവിടെ നിൽക്കലുണ്ട്, പിന്നെ എല്ലാവരും വരലുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. എന്താ സുഖല്ലേ? എല്ലാവരും വർത്താനം ചോദിച്ചാൽ നിങ്ങളൊന്ന് ഉഷാറായി നിൽക്കും. അല്ലെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്താ എപ്പോഴും സങ്കടം, നിങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ആൾക്കാർ. കുഴപ്പമൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ, റാഹത്തല്ലേ? ആ, അതാണോ ഉമ്മമാടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വന്നതാണെന്ന്. കാരണം ഇവിടെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. പിന്നെ മൂത്തമ്മ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ടുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മ വന്നു. അപ്പത്തിന് പിന്നെ ഉമ്മമാടെ അവസ്ഥ പറയാൻ തന്നെയാണ് വന്നത്. പിന്നെ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. കാരണം നമ്മൾ ഇത് പിടിച്ചാൽ നമ്മൾ കടയിലത്തെ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും 2-3 ദിവസമായിട്ട് ഇപ്പോഴാണ് 2-3 ദിവസമല്ല, കുറേ ആയിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. കാരണം അതുവരെ ചോദിച്ചിരുന്നു എല്ലാവരും. അപ്പം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയ അവസ്ഥയിലല്ല ഉണ്ടാകുന്നത്. ഉമ്മമാടേത് അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, വളരെ സീരിയസ് ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഭയങ്കര ബുദ്ധിമുട്ടും വേദനയാണ്. അപ്പോൾ ആ വേദനയിലൂടെ കടന്നു പോയിരുന്ന സമയമായിരുന്നു. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. കാരണം ഉമ്മമാക്ക് ബാത്റൂമിലൊന്നും പോകാൻ കഴിയാതാകുമ്പോൾ ഡയപ്പറും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പിടിക്കാനും ഇരിക്കാനൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ മൂക്ക് മാക്സിമം കഴിയുന്ന പോലെ ചെയ്യും. പക്ഷെ എന്നാലും ഞാനുണ്ടാവുകൊണ്ട് എല്ലാവരും ഞാനാണ് നിന്നിരുന്നത് ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്തത്. അതുപോലത്തെ അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വേദനയാണ്, വയറ് വീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലിവറിൻ്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് ബിൽറൂബിൻ കൂടിയിട്ട് ശരീരം മൊത്തം മഞ്ഞ കളറാണ്. മഞ്ഞപ്പീത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ മഞ്ഞപ്പീത്തല്ല, ഈ അസുഖം കാരണമുള്ള മഞ്ഞപ്പീത്താണ്. വയറ് വീർക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് കാണിച്ചാണ്, അവിടുത്തെ ഡോക്ടർമാർ നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞതാണ്. എങ്കിൽ പോലും നമുക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വയറ് കുത്തിയെടുക്കാനും നീര് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നത് സാഹചര്യം. അതുപോലെ കൈയും കാലൊക്കെ നല്ല നീരാണ്, HP കുറവാണ്, വയറ്റിന്ന് പോകണില്ല, കുറേ ദിവസമായി മോശം പോയിട്ട്. വെള്ളം ഭക്ഷണം കൊടുക്കുകയൊക്കെ കഴിക്കാൻ കട്ടിയുള്ളൊന്നും ഇറക്കാൻ കഴിയണില്ല, കുറേ ആയിട്ട്. എന്നിട്ട് നമ്മൾ ലിക്വിഡായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതും 2-3 ദിവസമായിട്ട് ഭയങ്കര അല്ലേ, കണ്ണേ തുറന്നിരുന്നില്ല. ബിൽറൂബിൻ കൂടിയിട്ട് ഓർമ്മ കുറയും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലായിരുന്നു. ഇപ്പോഴും എന്താ പറയുക, നോർമലിലേക്ക് എത്തിയിട്ടില്ല. ഡോക്ടർമാർ പറയുന്നത് തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുത്തിട്ടുള്ളൂ പോകാൻ പറ്റുക. എന്തായാലും പടച്ചോന് പെട്ടെന്ന് ഹയർ എന്താണോ അത് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. കാരണം അമ്മമാരുടെ അവസ്ഥ അത്രയും, അതായത് വേദന സഹിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പത്തിന് ലജ്ജയാണ്. ഇവിടെ തന്നെയാണ് എല്ലാതും ചെയ്യണത് കേട്ടോ. അതായത് ഡ്രസ്സ്, കാരണം ഡയപ്പർ ഇടക്കിടക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും പഠിച്ചോ അതിനുള്ള പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഒരു മടിയും കൂടാതെ അവൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പഠിച്ചോളം അമ്മ തന്നെയാണ്. പക്ഷെ എന്നാലും പറയാൻ, ഞാൻ ഇന്നത്തെ കാലത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും പഠിച്ചോ നിങ്ങൾക്കൊക്കെ അതിനുള്ള ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. അത് മാത്രമല്ല, അമ്മമാരപ്പോൾ നിലവിൽ അങ്ങനെയാണ്. അതായത് മഞ്ഞപ്പീത്തം, അതായത് സാധാ മഞ്ഞപ്പീത്തമല്ല, ഈ ബിൽറൂബിൻ്റെ പ്രശ്നം കൊണ്ടുള്ള മഞ്ഞപ്പീത്തമാണ് നിലവിലുള്ളത്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ചങ്ക് കൂടെ ഇറങ്ങണില്ല. പിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയറുവേദനയാണ്. കാരണം വയറിൻ്റെ ഉള്ളിലുള്ള അസുഖമല്ലേ, കണ്ണ് തുറയണേ അല്ല. അപ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് എന്തത്ര വിഷമം എന്ന് വെച്ചാൽ, ഇത്രയും പ്രായമായിട്ട് ഈ അസുഖം വന്നല്ലോ എന്നുള്ളൊരു വിഷമം ഭയങ്കര മനസ്സിൽ കുത്തുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. പക്ഷെ ആ വിഷമം തന്നെ നമുക്ക് ഇതുവരെ മാറൂല. അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഇതേ തന്നെ നമ്മളെ കുടുംബത്തിൽ വേറൊരാൾക്കും കൂടി കിട്ടുമ്പോൾ എന്തായാലും പഠിച്ചൊക്കെ സുഖമാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കാണാത്തുമ്പോൾ നമ്മളോട് എന്നും മമ്മയുടെ വിശേഷം എന്താണ്, മമ്മയുടെ ആരോഗ്യം എന്താ എങ്ങനെ ചോദിക്കും. ആദ്യം ജെസ്സിൻ്റെ അങ്ങനെ വയ്യാണ്ട് നടക്കുമ്പോൾ അപ്പോഴും ചോദിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഓലിക്കൊക്കെ നമ്മൾ അത്രയും ഇഷ്ടമാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം
ആരെ പ്രാർത്ഥനയാണ് പടച്ചോൻ സ്വീകരിക്കാന്നല്ല പെട്ടെന്ന്. അപ്പോൾ പടച്ചോൻ വിചാരിച്ചാൽ ഒന്നും മാറാത്തതായിട്ട് ഒന്നും ഇല്ലേനു. അപ്പോൾ എന്തായാലും പടച്ചോൻ മാറ്റി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഉമ്മ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പിന്നെ ഉമ്മമാർക്ക് ഇപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് വന്നതാണ്. പിന്നെ അവിടേക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴത്തേലും പോയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ ഇടലും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് ഈ ആകെ എല്ലാവരും ആകെ ഇടങ്ങേറ്, എല്ലാവർക്കും ഇടങ്ങേറ്. കാരണം ഉമ്മമാർക്ക് ഞങ്ങളെ പേരീത്തെ വളക്കാണത്. അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ആയപ്പോൾ ഭയങ്കര വിഷമം, നമുക്ക് ആർക്കും ഒരു മൂഡില്ലാന്ന്. ഇൻഷാ അല്ലാഹ് അപ്പം ഇനി വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിൽ വന്നതും. എന്തായാലും പടച്ചോൻ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പടച്ചോന് വേദന കുറച്ച് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അല്ലേ തസ്ലിയ? ഇജെന്തൊന്നും പറയാത്തത്? എന്താ നിങ്ങളൊന്നും പറയാത്തത്? എന്തായാലും ഉമ്മാക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇമ്മാനെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമാണ്. എല്ലാരോടും ദ്വാരക്കാൻ പറഞ്ഞാളി. മയക്കരുത്, ദ്വാരക്കാൻ പറഞ്ഞല്ലേ എല്ലാരോടും. എല്ലാരും ദ്വയർക്കുണ്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ മരണപ്പെട്ടു പോയ ഞങ്ങളെ ജെസിക്ക് വേണ്ടിയിട്ടും ജെസിക്കും വല്യമാക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എന്റെ സൂക്കടൊക്കെ മാറാനും ഉമ്മയുടെ സൂക്കർ മാറാനും എല്ലാവരും. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലവിലുള്ളത്. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാക്ക് ഇപ്പോൾ ഈ കോറ അതുപോലെ ചെറിയരിക്കഞ്ഞി അങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ ലിക്വിഡായിട്ട് കുറച്ചേ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ തന്നെ ഭയങ്കര പെയിനാണ്. പിന്നെ കണ്ണും ശരീരമൊക്കെ മഞ്ഞാണ്. അത് കാരണമാണ്. അപ്പോൾ എന്ത് ചെറിയ വയറുവേദന വന്നാലും എന്ത് പ്രശ്നങ്ങൾ ആർക്കും വന്നാലും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാലഘട്ടമല്ല എന്താ നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് നമുക്കറിയില്ല. ഫസ്റ്റ് നോക്കിയാൽ എല്ലാം മാറും. അതുപോലെ തന്നെ ഇനി വീട് പണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ബെൽറ്റ് വാർത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബെൽറ്റ് വാർക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനപ്പോൾ കാണിക്കുന്നില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനത്തേക്കൊക്കെ വരണ്ട്. അപ്പോൾ ഇമ്മ എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ല സോറി, 2 ഉമ്മമാരുണ്ട്. ഉമ്മമാരുടെ അടുത്തുണ്ട് എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഏത് സിറ്റുവേഷൻ മുഖം ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് എഴുതിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. കാരണം എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതിൽ വന്നത് തന്നെ. കൈയൊക്കെ ആകെ വീങ്ങിയിട്ട് രക്തക്കുറവ് കാരണം പിന്നെ ശരീരം മൊത്തം മഞ്ഞ കളറാണ്. എല്ലാവരും ദുആ ചെയ്യും. കൈ നേരാക്കി മമ്മ. ഇത്രയും ദിവസം വീഡിയോ വരാത്തതിൻ്റെ കാരണം പറയുന്നു ഞാൻ. മമ്മക്ക് തീരെ വയ്യാന്ന്. എങ്ങനെയുണ്ട് ഇപ്പോൾ മമ്മക്ക്? വയറ്റിന്ന് പോകാതെ മരുന്നൊക്കെ കൊടുത്തുക്കണു. പിന്നെ ഭക്ഷണമാണെങ്കിൽ കഴിക്കുന്നത്, ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നില്ല, ലിക്വിഡായിട്ടാണ് വെള്ളമായിട്ടാണ് കൊടുക്കുന്നത്. അതും മറക്കാൻ കഴിയണില്ല, ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എല്ലാവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേദന ഇല്ലാണ്ടിരിക്കാൻ മമ്മക്ക്. പിന്നെ നല്ല മഞ്ഞയാണ് ശരീരം മൊത്തം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. കാരണം ആരെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കാന്ന് അറിയില്ലല്ലോ. ഉമ്മയുടെ കാലും ഇപ്പോൾ വീങ്ങിയിട്ടാണ്, പൊക്കണ്ട വീങ്ങിയിട്ട് തന്നെയാണ്. എന്നാലും ഉമ്മയുടെ അവസ്ഥ കാണുമ്പോൾ അതൊന്നും നമ്മൾ വേദനയെ കരുതണില്ല. അതൊന്നും ഇതായി കിട്ടിയാൽ മതി, അത് മാറിക്കിട്ടിയാൽ. എല്ലാവരും ദുആ ചെയ്യുക. അല്ല അപ്പം നമുക്ക് നമ്മളതിലല്ലോ നല്ലല്ലോ കിടക്കണതൊന്നും. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കലുണ്ട്. അപ്പോൾ പാലിയേറ്റീവിൻ്റെ രീതിയിൽ അങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുത്ത് നിർത്തിക്കുകയാണ്. മമ്മ കണ്ണ് ഇടക്ക് തുറക്കും, പിന്നെ ഇടക്ക് തുറക്കുകയില്ല, വിളിച്ചാലും വിളിയൊക്കൊന്നുമില്ല. അതുപോലെ വെള്ളം ഇറക്കാൻ ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശരിയാവും. എന്തായാലും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഡോക്ടർമാർ ഇവിടെ വന്നിട്ടാണ് നോക്കുന്നത് ഇപ്പോൾ. പിന്നെ എല്ലാവരും ദുആ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.